എനർജി വേണം എന്ന് പറയുന്ന ആളുകളോടാണ് എനർജി തേടി നിങ്ങൾ വേറെ എങ്ങോട്ടും പോകണ്ട. ബി ദ എനർജി യു വാണ്ട് ടു അട്രാക്ട്. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള എനർജിയാണോ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എനർജി എന്താണോ ആ എനർജി നിങ്ങളായി തന്നെ മാറുക എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. അത് പോസിറ്റിവിറ്റി ആകാം, കൈൻഡ്നെസ് ആകാം, സെൽഫ് ഹെൽപ്പിൻ്റെ പാഠങ്ങളാകാം, റിലേഷൻഷിപ്പിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാകാം. എന്ത് തന്നെയായാലും ഏതൊരു എനർജിയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ഇംബൈബ് ചെയ്ത് നിങ്ങൾ തന്നെ ആ എനർജിയായി മാറുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മറ്റൊരാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നമ്മളെ ഒരു കാര്യത്തിന് സമീപിക്കുമ്പോൾ നമുക്ക് അയാളിലേക്ക് പോസിറ്റിവിറ്റി, കൈൻഡ്നെസ് ഇതൊക്കെ റേഡിയേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അതുണ്ടെങ്കിലല്ലേ സാധ്യമാവുകയുള്ളൂ. അതുമാത്രമല്ല, ഒരു സ്റ്റോറേജ് ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിലേ തീർച്ചയായിട്ടും അത് താഴേക്ക് ഒഴുകി അതിൻ്റെ പൈപ്പ് ലൈനിലൂടെ പുറത്തേക്ക് പോകുള്ളൂ, അല്ലെങ്കിൽ അത് ആളുകൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ ഒരു എനർജിയുടെ ഒരു സ്റ്റോറേജ് ടാങ്ക് ബിൽഡ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള, സോളിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനകത്ത് നമ്മുടെ മനസ്സിനുള്ളിൽ വളരെ കോൺക്രീറ്റ് ആയ ഒരു അറ നിങ്ങളുണ്ടാക്കി അതിനുള്ളിൽ ഈ പറയുന്ന എല്ലാ എനർജികളും നമ്മൾ സ്റ്റോർ ചെയ്ത് വച്ചാൽ മാത്രമേ ഒരു ആൾ ഇൻ നീഡിലാണ്, അല്ലെങ്കിൽ അയാൾക്ക് ആ എനർജി ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മറ്റൊരാൾ വന്ന് നമുക്കൊരു എനർജി പറഞ്ഞു തരാൻ നിൽക്കരുത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമുക്ക് വേണ്ട എനർജി നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ആ എനർജി നമ്മളായി തന്നെ മാറുക എന്നുള്ളതാണ്. താങ്ക് യു.